പരിണയം ആരോഹ്യ റൂമിലെത്തിയ സമയം അക്ഷിത് കുളിയൊക്കെ കഴിഞ്ഞ് മുടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ഒരു കവറുമായി മുറിയിലേക്ക് കയറി വരുന്നവളെ അവൻ കണ്ണു ചുരുക്കിയൊന്ന് നോക്കി. എന്താടോ ഈ കവറ്? അവൾ എന്തെങ്കിലും പറയും മുമ്പേ തന്നെ അക്ഷി ചോദിച്ചു. ഇത് അമ്മ നമുക്ക് രണ്ടുപേർക്കും വേണ്ടി വാങ്ങിയ വസ്ത്രങ്ങളാണ്. നോക്കിക്കേ, അച്ചുവേട്ടന് ഇഷ്ടപ്പെടുമോന്ന്. അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? അമ്മ ഇഷ്ടത്തോടെ എന്ത് വാങ്ങി തന്നാലും ഞാനിത് പൂർണ്ണമായ മനസ്സോടെയല്ലേ സ്വീകരിക്കൂ. പെട്ടെന്ന് അക്ഷി എങ്ങനെ പറഞ്ഞതും ആരോഗ്യം വല്ലാതായി. അങ്ങനല്ല, ഇത് അച്ചുവേട്ടൻ ഉപയോഗിക്കുന്നത് പോലെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അതിനെന്താ, അക്ഷിത് മേനോൻ ബ്രാൻഡഡ് അല്ലാത്ത ഷർട്ട് ഇട്ടാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? നോക്ക്, രാവിലെ തന്നെ ആവശ്യമില്ലാത്ത തമാശ പറയാതെ താനൊന്ന് മാറിക്കേ. പറഞ്ഞുകൊണ്ട് അക്ഷിത് ആരോഗ്യയുടെ കയ്യിൽ നിന്നും കവർ വാങ്ങി അതിലിരുന്ന് ഷർട്ട് എടുത്തതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ആഹാ, നന്നായിട്ടുണ്ടല്ലോ, നല്ല നിറം. എനിക്കിത് നന്നായി ചേരുവല്ലേടോ. മാത്രമല്ല, എനിക്ക് ഈ നിറത്തിൽ ഷർട്ടുമില്ല. എന്തായാലും അമ്മയുടെ സെലക്ഷൻ കൊള്ളാം. പറഞ്ഞുകൊണ്ട് അവൻ കവറിലിരുന്ന മുണ്ട് കൂടി എടുത്തു. ശേഷമാണ് ആരവിയുടെ സെറ്റ് മുണ്ടിലേക്ക് അവൻ്റെ ദൃഷ്ടി പതിഞ്ഞത്. ആഹാ, ഇതും കൊള്ളാലോ, നമ്മൾ രണ്ടുപേരും ഒന്ന് മാച്ചിങ് ആണല്ലോ. അവനത് പറഞ്ഞതും ആരോഗ്യം അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മുടിയിൽ ചുറ്റിവെച്ച തോർത്തഴിച്ചിട്ടു. മുടി നനഞ്ഞപ്പോൾ ഒന്നുകൂടി നീളം വെച്ചതുപോലെ. അക്ഷിത് അവളുടെ നനഞ്ഞ മുടിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരോഗ്യം അപ്പോഴേക്കും ഡ്രസ്സിംഗ് ടേബിളിന് മുമ്പിലിരിക്കുന്ന കസേരയിലേക്ക് ഇരുന്നു. ശേഷം ഹെയർ ഡ്രയർ എടുത്ത് മുടി ഉണക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അക്ഷയ് അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. ഇങ്ങതാ, ഞാൻ ചെയ്തു തരാം. അവളുടെ വിടർത്തിയിട്ട മുടി മെല്ലെ അവൻ ഉണക്കിയെടുത്തു. ശേഷം അവൻ മുണ്ടെടുത്ത് ഷർട്ടുമിട്ട് കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോഴേക്കും ആരോഗ്യ വസ്ത്രം മാറാതെ അതേ നിൽപ്പ് നിൽക്കുവാണ്. ഇവിടെ താൻ ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമുക്ക് ക്ഷേത്രത്തിൽ പോകണ്ടേ? പോണം. അച്ചൂട്ടൻ താഴേക്ക് വയ്ക്കോ, ഞാൻ വേഗം റെഡിയായിട്ട് വരാം. അതെന്താ, ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് റെഡി ആവാൻ പറ്റില്ലേ? അതല്ല, അവൾ ചിടുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഏതല്ലാന്ന്? അതല്ല, അച്ചൂട്ടൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഡ്രസ്സ് മാറാൻ പറ്റില്ല. പിന്നെ ഞാൻ കാണാത്തതായിട്ട് ശരീരത്തിൽ എന്താ ഉള്ളത്? അതെനിക്കൊന്നൊന്ന് അറിയണമല്ലോ. അവനത് പറഞ്ഞുകൊണ്ട് ഷർട്ടിൻ്റെ കൈ രണ്ടും തെറുത്ത് വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ഭാവത്തിൽ മുണ്ട് മടക്കി കുത്തി അവൾക്കടുത്തേക്ക് നടന്നു വന്നതും അവൾ അവനെ മെല്ലെ തടഞ്ഞു. നോക്ക്, നമ്മൾ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്, അത് ഓർമ്മയുണ്ടാവണം. അവളുടെ വാണിയിൽ അവൻ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ അവിടെ തന്നെ നിന്നു. ചേ, നിരാശയോടെ നെറ്റി ചൊലിച്ചു പറയുന്നവനെ ഒരു ചിരിയോടെ നോക്കി നിന്ന അവളും. വേഗം റെഡിയായിട്ട് വരണം. താൻ താമസിച്ചാൽ ഞാൻ ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ ഈ മുറിയിലേക്ക് കയറി വരും, കേട്ടല്ലോ. അക്ഷയ് കുറുമ്പോടെ അത്രയും പറഞ്ഞുകൊണ്ട് റൂമിന്റെ വാതിൽ ചാരി താഴേക്ക് നടന്നു. ആരോഗ്യ ഒരു നെടുവീർപ്പോടെ പോയി വാതിലടിച്ച് ലോക്ക് ചെയ്തു. ഇനി എങ്ങനെ വരുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അവൾ അതും പറഞ്ഞുകൊണ്ട് കട്ടിലയിൽ വിടർത്തിയിട്ടിരിക്കുന്ന സെറ്റ് മുണ്ടെടുത്ത് ഉടുക്കാൻ തുടങ്ങി. ഉടുത്തൊരുങ്ങി മുടിയെല്ലാം ചീവിക്കെട്ടി വന്നപ്പോൾ ഒരു വല്ലാത്ത ഭംഗിയുണ്ടായിരുന്ന പെണ്ണിന് കുപ്പിവിളകൾ അടുക്കി വെക്കുന്ന സ്റ്റാൻഡിനടുത്തേക്ക് ആരോഗ്യ ചെന്നു. ഭാഗ്യത്തിന് മെറൂൺ നിറത്തിലുള്ള കുപ്പിവിളകളുണ്ട്. അവൾ അതെടുത്തു കയ്യിലേക്ക് അണിഞ്ഞു. കഴുത്തിൽ അക്ഷയ് കെട്ടിക്കൊടുത്ത കനമുള്ള നീളൻ താലിമാലയും ഒപ്പം ഒരു കുഞ്ഞു പാലക്കയും എടുത്തിട്ടു. പിന്നെ നെറ്റിയിൽ അത്യാവശ്യം കട്ടിക്ക് തന്നെ സിന്ദൂരം വരച്ചു. ഒരു പ്രത്യേക ഐശ്വര്യം വന്നിട്ടുണ്ട് പെണ്ണിനിപ്പോൾ. കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കെ തന്നെ അവളുടെ മുഖം അരുണാഭമായി. താഴേക്ക് ഊർന്നു കിടന്ന പനങ്കുല പോലെയുള്ള മുടിയെടുത്ത് അവൾ തുമ്പൊന്ന് കെട്ടിയിട്ടു. ക്ഷേത്രത്തിൽ പോകുമ്പോൾ അങ്ങനെയാണ്, അഴിച്ചിട്ട് പോകാറില്ല. പടികളിറങ്ങി ആരോഗ്യ താഴേക്ക് ചെല്ലുമ്പോൾ കണ്ടു ഫോൺ നോക്കി സോഫയിലിരിക്കുന്ന അക്ഷയെ. ഇടയ്ക്ക് എപ്പോഴോ അവൻ്റെ ശ്രദ്ധയൊന്ന് പടിക്കെട്ടിലേക്ക് പതിഞ്ഞതും പടികൾ ഇറങ്ങി വരുന്ന ഒരുവളിൽ മാത്രം കണ്ണുകൾ ഉടക്കി മതിമറന്ന് അങ്ങനെ ഇരുന്നുപോയി അക്ഷയ്. അപ്പോഴേക്കും വസുതയും ദേവനും അവിടേക്ക് വന്നു. ദേവന് രാവിലെ നടക്കാൻ പോകുന്നൊരു ശീലമുണ്ട്. അയാൾ നടപ്പൊക്കെ കഴിഞ്ഞു വന്നതാണ്. ആഹാ, രണ്ടാളും ക്ഷേത്രത്തിൽ പോകാൻ തയ്യാറായോ? ദേവൻ ചോദിച്ചതും അക്ഷയ് ഒരു ചിരിയോരെ ഇരുന്നിടത്തുനിന്ന് എണീറ്റു. നന്നായിട്ടുണ്ട് മോളെ, ഈ സെറ്റ് മുണ്ട് നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്. അല്ലെങ്കിലും എന്തിട്ടാലും അമ്മയുടെ മോള് സുന്ദരിയല്ലേ? വസുത ആരോഗ്യയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം ഞാനും. അക്ഷയ് പരിഭവത്തോടെ നിൽക്കുവാണ്.
അവൻ്റെ ആ നിൽപ്പൊക്കെ കണ്ട് വസ്തുക്ക് ചിരി വന്നു. അമ്മയുടെ മോൻ പണ്ടേ സൂപ്പറല്ലേ? അവരതും പറഞ്ഞുകൊണ്ട് അക്ഷയെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അധികം വൈകിക്കണ്ട. നേരെ ക്ഷേത്രത്തിലേക്ക് പോയിക്കോ. തിരക്ക് കൂടും മുമ്പ് തൊഴുതിറങ്ങാം. വീട്ടിൽ നിന്ന് ഏകദേശം 10-20 മിനിറ്റോളം മാത്രം ദൂരമേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക്. എന്തൊക്കെ പറഞ്ഞാലും താൻ ഈ സെറ്റും കൊണ്ടെടുത്ത് വരുമ്പോഴുണ്ടല്ലോ എൻ്റെ ആരോഹി, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അക്ഷത് മുൻപ് എപ്പോഴോ കണ്ടുപറന്ന ഒരു സിനിമയുടെ ഡയലോഗുകളെ അനുസ്മരിപ്പിക്കും വിധം ആവേശത്തോടെ പറയുന്നത് ഒരു ചിരിയോടെ കേട്ടിരിക്കുവാണ് അവൾ. അച്ചുവേട്ടൻ ഈടെയായിട്ട് കുറച്ച് കൂടുതൽ റൊമാൻറ്റിക് ആവുന്നുണ്ടോ? ആരോഹി ഒരു ആലോചനയോടെ അവനെ നോക്കി ചോദിച്ചതും അവനോളെ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കി. അതെങ്ങനാ? താനല്ലേ എന്നെ വഴിതെറ്റിക്കുന്നത്? പിന്നെ ഇരുവരും ഒന്നും മിണ്ടിയില്ല. പോകുന്നത് ക്ഷേത്രത്തിലേക്കാണെന്ന് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ രണ്ടാളും പ്രാർത്ഥനയോടെ ഇരുന്നു. ക്ഷേത്രത്തിന് തൊട്ടു മുമ്പിലെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി അവരിരുവരും ഒന്നിച്ചാണ് അകത്തേക്ക് കയറിയത്. ആരോഗ്യം മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ വരാറുള്ളത് കൊണ്ട് അതവരുടെ കുടുംബക്കോവിലായതുകൊണ്ടും തന്നെ അവളെ പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട് അവിടെ. അവർക്കെല്ലാവർക്കും അവൾ അക്ഷതിനെ പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവരോടും ചിരിയോട് സംസാരിച്ചുകൊണ്ട് പതിയെ അകത്തേക്ക് കയറി. ശ്രീകോവിലിന് മുമ്പിൽ പ്രാർത്ഥനയോടെ കണ്ണുകൾ ഇറുക്കിയടിച്ച് നിന്നു അവൾ. ദേവി, നീയായിട്ട് കൂട്ടിച്ചേർത്തതാണ് എന്നെ അച്ചുവേട്ടനെ. നീ തന്നെ എന്നും എക്കാലത്തും ഞങ്ങളെ ചേർത്ത് വെക്കണം. പിരിച്ചു കളയരുതേ ഭഗവതി. ആരോഹി മനമുരുകി പ്രാർത്ഥിച്ചു. എന്തോ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ വാചകങ്ങൾ മതി വരാത്തതുപോലെ അവൾ വീണ്ടും നടക്കൽ നിന്നും ഉരുവിട്ടുകൊണ്ടേയിരുന്നു. വല്ലാത്തൊരു ഭയം അവളെ വന്ന് പൊതിയുന്നതായി അവൾ അറിയുന്നുണ്ട്. എങ്കിലും മനഃപൂർവ്വം അത് വേണ്ടെന്ന് മാറ്റിവെച്ചുകൊണ്ട് അക്ഷതിനൊപ്പം കോവിലിന് ചുറ്റും വലം വെച്ച് അല്പനേരം അവിടെ കെട്ടിയിട്ട അരഭിത്തിയിലിരുന്നു. വസത അവർക്ക് വേണ്ടി നേർന്ന വഴിപാടുകളെല്ലാം കഴിപ്പിച്ചു. അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിയിട്ടാണ് ഇരുവരും വീട്ടിലേക്ക് ചെന്നത്. അവർ ചെല്ലുമ്പോൾ സമയം ഏകദേശം 9 മണിയോടടുത്തു. വസുതയും ദേവനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ മക്കളെ നോക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കഴിച്ചിട്ടാവാം മുകളിലേക്കൊക്കെ പോകുന്നത്. ഇത്രയും നേരം വിശന്നിരുന്നതല്ലേ? വന്ന പാടെ തന്നെ വസ്ത്രം മാറാനായി മുകളിലേക്ക് കയറാൻ തുടങ്ങിയവരെ വസുത സ്നേഹത്തോടെ തടഞ്ഞു. പിന്നെ 4 പ്ലേറ്റ് വെച്ചു. അപ്പോഴാണ് അക്ഷയും അത് ശ്രദ്ധിക്കുന്നത്. അച്ഛനും അമ്മയും കഴിച്ചില്ലേ? ഇല്ല, നിങ്ങൾ കൂടി വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. അത് കൊള്ളാം. രണ്ടാളും പല പല അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാ. അതുകൊണ്ട് നോക്ക്, ഇനി ഇങ്ങനെ ആഹാരം കഴിക്കാതിരിക്കരുത്. അക്ഷിത പറഞ്ഞത് ഒരു പുഞ്ചിരിയോടെ കേട്ട് നിന്നതേ ഉള്ളൂ ഇരുവരും. അവർ എല്ലാവരും ചേർന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മടിച്ചു മടിച്ച് വസുത അത് പറഞ്ഞു തുടങ്ങിയത്. മോളെ, നിങ്ങൾ വിവാഹം കഴിഞ്ഞ് വന്നതല്ലേ? വാര്യത്തേക്കൊന്ന് പോവണ്ടേ അച്ഛനെയും അമ്മയും കാണാൻ? വസുത പറഞ്ഞു തുടങ്ങിയ മാത്രമേ തന്നെ ദേവൻ അവരെ തടഞ്ഞു. വേണ്ട വസ്തു, അതിൻ്റെ ആവശ്യമില്ല. ആ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് പടിയിറങ്ങിയത്. നീ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനല്ല ദേവേട്ട, എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയല്ലേ. വസുത പറഞ്ഞു പൂർത്തിയാക്കാൻ മുമ്പേ ആരോഹി സംസാരിച്ചു. വേണ്ടമ്മേ, അച്ഛൻ പറഞ്ഞത് തന്നെയാ ശരി. ആരോഹി കൂടി വസുദേവനെ അനുകൂലിച്ചതോടെ വസുത ആകെ ആശയക്കുഴപ്പത്തിലായി. അക്ഷയ് ഇതിൽ ഇനി എന്ത് തീരുമാനം പറയണമെന്നറിയാതെ അവരെല്ലാവരും നോക്കി മാറി മാറി അവരെ എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണവൻ. മോളെ, ഇന്നലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ ഒരു 3-4 പ്രാവശ്യം അമ്മ വിളിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വന്നോ, നിങ്ങൾ എവിടെ എത്തി എന്നൊക്കെ അറിയാനായി. അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളെ രണ്ടാളെ ഒന്നിച്ചൊന്ന് കാണണമെന്ന്. പിന്നെ അവർക്കും പ്രായമൊക്കെ ആയി വരുമല്ലേ. ഗായത്രി ഏട്ടത്തിയെ നിങ്ങൾ വകവയ്ക്കേണ്ട. അവരങ്ങനെ ഒരു സ്ത്രീയാ. അതൊക്കെ ശരി തന്നെ അവസ്ഥ. എന്നാലും അത്രയും ദുഷിച്ച മനസ്സുള്ളവരുടെ ഇടയിലേക്ക് എൻ്റെ മകളെ ഇനിയും പറഞ്ഞുവിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ദയവിട്ട് അങ്ങനെ പറയില്ലേ. എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയല്ലേ അവിടെ ഉള്ളത്. മാത്രമല്ല അവർ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാ. ഗായത്രി ഏട്ടത്തി ഒരാളെ കരുതി നമ്മൾ അവിടേക്ക് പോകാതെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ അന്വേഷിക്കാതെ ഇരുന്നാൽ അതിൻ്റെ ദുഃഖം എനിക്കല്ലേ. അവരുടെ അവക സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ വാസുദേവൻ്റെ മനസ്സലിഞ്ഞു. ശരിയാണ്, ആ വീടിൻ്റെ പടി കയറാൻ പാടില്ലാത്തതാണ്. പക്ഷെ വാസുദേവയുടെ അമ്മയുടെ അച്ഛൻ്റെ മുഖം ഓർത്തപ്പോൾ അയാൾക്ക് പിന്നീടൊന്നും എതിർത്ത് പറയാൻ കഴിഞ്ഞില്ല. എങ്കിൽ പിന്നെ അവിടെ വരെ പോകാം. മതി, അത് മതി. ജസ്റ്റ് ഒന്ന് പോയാൽ മതി. അവിടുന്ന് കഴിക്കുകയോ ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ കുടിക്കുകയോ ചെയ്യണ്ട.
അച്ഛനെയും അമ്മയും ഒന്ന് കണ്ട് മടങ്ങിയാൽ മാത്രം മതി. വസുധ അതീവ താല്പര്യത്തോടെ പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇനി ഒട്ടും വൈകിക്കണ്ട. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാം. ഞാനും ദേവേട്ടനും വേഗം വേഗം വേഷം മാറി വരാം. അങ്ങനെ ആ കാര്യത്തിന് ഒരു തീരുമാനമായി. പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വസുധയും വാസുദേവനും ആഹാരം കഴിച്ച് വസ്ത്രം മാറി വന്നു. പിന്നീട് അവർ 4 പേരും ചേർന്ന് വാരത്തേക്ക് തിരിച്ചു. അവരിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏകദേശം അരമണിക്കൂറോളം യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ വാര്യത്തേക്ക്. വല്ലാത്തൊരു ആമർശത്തോടെയാണ് ആരോഹി വാര്യത്തെ മണ്ണിൽ കാലു ചവിട്ടിയത്. എന്തോ ഇനി ഒരിക്കൽ കൂടി തിരിച്ചു പോകാൻ ഇഷ്ടമില്ലാത്ത ഇടങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നതാണ് ഈ തറവാട്. അതെന്തുകൊണ്ടാണെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം. പണ്ട് എത്ര ആഗ്രഹത്തോടെ ഓടിക്കളിച്ചു നടന്ന അകത്തളവും മുറ്റവുമാണ്. ഇന്നിപ്പോൾ ചെമ്പകച്ചോടും നടുമുറ്റവും ഒക്കെ കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ദേഷ്യമാണ്. ഇതിൻ്റെ അകത്തളങ്ങളിലാണ് പറ്റിക്കപ്പെട്ടു പോയ ഒരു 18 വയസ്സുകാരി പെണ്ണുള്ളത്. ഒരുവനെ മാത്രം പ്രണയിച്ച് ഒരുവനിൽ അടിമപ്പെട്ട് ആ ഒരുവനെ മനസ്സിലിട്ട് താലോലിച്ച് നടന്ന ആ പട്ടുപാവാടക്കാരി ഇപ്പോഴും ഇവിടെ എവിടേക്കോ ഉണ്ട്. ഈ വീട് കാണുമ്പോൾ മറന്നു തുടങ്ങിയെന്ന് അവൾ വിചാരിക്കുന്ന ഓർമ്മകൾ പഴയതിലും മിഴിവോടെ മനസ്സിലേക്ക് ഓടിയെത്തും. അസ്വസ്ഥതയോടെ തലയൊന്ന് വെട്ടിച്ചു അവൾ. അപ്പോഴേക്കും തന്നെ പുറത്തൊരു കാർ വന്ന് നിൽക്കുന്നതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഗായത്രി അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. വന്നത് വസുതയും കുടുംബവും ആണെന്നറിയാതെ അവർ ഇനി താല്പര്യമില്ലാത്ത പോലെ വന്നവരെ ഒന്ന് നോക്കി. അവർക്കൊപ്പം അക്ഷിത കൂടി ഉണ്ടെന്നറിഞ്ഞതോടെ ഗായത്രിയുടെ മുഖം പ്രകാശിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, മാൻവിയുടെ വീട്ടുകാർക്ക് അക്ഷിതിനെ പരിചയമുണ്ട്. മാത്രമല്ല അവനുമായിട്ടുള്ള അടുപ്പമൊക്കെ പലതവണ മാൻവിയുടെ അച്ഛൻ്റെ നാവിൽ നിന്നും വീണ് കേട്ടതുമാണ്. അതുകൊണ്ട് അക്ഷിതിനെ പിണിക്കുക അത് തൻ്റെ മകളുടെ മുന്നോട്ടുള്ള ഭാവിയെ ദോഷമായി ബാധിക്കും. അതറിയാവുന്നതുകൊണ്ട് തന്നെ മുഖത്തെ ദേഷ്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഗായത്രി അവിടേക്ക് വന്നു. ആഹാ, ആരാ ഇത്? ഇപ്പോഴാണോ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയേ? ഞാൻ കരുതി നിങ്ങൾ ഇങ്ങോട്ടേക്കുള്ള വഴി മറന്നിട്ടുണ്ടാവുമെന്ന്. ഗായത്രി വസതിക്കരികിലേക്ക് വന്നു നിന്ന് തമാശ പോലെ പറഞ്ഞപ്പോൾ അതിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന ധ്വനി മനസ്സിലായതും ആരോഹിയും വസ്തുയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഗായത്രിക്ക് പിന്നാലെ തന്നെ ശബരിയും അവിടേക്ക് വന്നു. ശബരിക്ക് ഇപ്പോഴും വസുതയുടെ മുഖത്തേക്ക് നോക്കാൻ ഒരു ചമ്മലാണ്. മറ്റൊന്നും കൊണ്ടല്ല, മുൻപ് സംഭവിച്ച പല കാര്യങ്ങളും അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അവരെ അഭിമുഖീകരിക്കുന്ന നിമിഷത്തിൽ നിങ്ങളിങ്ങനെ വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് കയറി വരുമെന്നേ ശബരി എല്ലാവരോടുമായി പറഞ്ഞു. കുട്ടികൾ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ അച്ഛനെയമ്മയും കണ്ടില്ലല്ലോ. അവരെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. വസുത എങ്ങും തൊടാതെ പറഞ്ഞു. നിങ്ങളിരിക്കും, ഞാൻ ചായ എടുക്കാം. ഔപചാരികതയോടെ പറഞ്ഞുകൊണ്ട് ഗായത്രി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും വസുത അവരെ തടഞ്ഞു. വേണ്ട എടുത്തി, ഞങ്ങളിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. മാത്രമല്ല ഞങ്ങൾക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. അച്ഛനെയും അമ്മയൊന്ന് കണ്ടിട്ട് വേഗം പോകണം. കുട്ടികൾക്ക് മറ്റെവിടേക്കോ പോകാനുണ്ട്. അതോടെ ഗായത്രിക്ക് മനസ്സിലായി അവർക്ക് ഇവിടെ നിന്നും ഒന്നും കഴിക്കാനും കുടിക്കാനും താല്പര്യമൊന്നുമില്ലെന്ന്. പിന്നെ അവർ ഒരു അലസതയോടെ വെറുതെ ലിവിംഗ് റൂമിലെ വലിയ തൂണിൽ ചാരി നിന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ശബരി പോയി അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് വന്നു. വടി ഊന്നിപ്പിടിച്ചു വരുന്ന മുത്തച്ഛനെയും അയാൾക്ക് തൊട്ടടുത്തുകൂടി നടന്നു വരുന്ന മുത്തച്ഛയും കണ്ടതോടെ ആരോഹി ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. അക്ഷയും ബഹുമാനത്തോടെ ഒന്നെഴുന്നേറ്റു. ഇരിക്കു കുട്ടികളെ, ഇരിക്കേ. അവരിരുവരും അടുത്തടുത്തായിട്ടുള്ള 2 കസേരകളിലിരുന്നു. അത്രയിടം വരെ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മുത്തച്ഛൻ ഇപ്പോൾ പഴയതുപോലെയല്ല, തീരെ വയ്യ. കാറിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാട്ടോ വരാത്തെ. രണ്ടുപേരും പരിഭവമൊന്നും വിചാരിക്കല്ലേ, മുത്തശ്ശി പറഞ്ഞു തുടങ്ങി. അതിനി മുത്തശ്ശി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എനിക്കറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഈ തിരക്കിനിടയിലും നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടേക്ക് ഓടി വന്നതല്ലേ. ആരോഹി പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കവറുമായി അവർക്കടുത്തേക്ക് നടന്നു. ഇതാ, ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള വസ്ത്രങ്ങളാണ്. എന്തിനാ മോളെ ഇതൊക്കെ വാങ്ങിയത്? ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, ഇത് ഞങ്ങളൊരു സന്തോഷത്തിൻ്റെ പുറത്ത് തരുന്നതല്ലേ, അക്ഷിത് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. മുത്തശ്ശിയും മുത്തശ്ശനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അവൻ്റെ ആ ഉതുക്കവും മിതത്വവുമുള്ള സംസാരം. കുട്ടികൾ വന്നിട്ട് കുടിക്കാൻ പോലും ഒന്നും കൊടുത്തില്ല ഗായത്രി. സുധർമ്മ ഗായത്രിക്ക് നേരെ തിരിഞ്ഞു. ഞങ്ങളാണമ്മേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. വസുത പെട്ടെന്ന് ചാടിക്കയറി പറയുകയാണ്. അതെന്താ വസുതേ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ എങ്ങനെയാ പോകുന്നേ? അതും മോന് ഈ വീട്ടിൽ ആദ്യമായി വന്നിട്ട്. വേണ്ടമ്മേ,
ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. മാത്രമല്ല ഇവർക്ക് രണ്ടാൾക്കും കൂടി പുറത്തേക്കൊക്കെ പോകണം. അപ്പോഴാണ് മാൻവിയും അർജുനും താഴേക്ക് ഇറങ്ങി വന്നത്. മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു ചെറിയ നിക്കറും ഒരു ഇറുകിയ ടീഷർട്ടുമാണ് മാൻവിയുടെ വേഷം. അത് അവളുടെ അഴകളവുകൾ എടുത്തറിയിക്കുന്ന തരത്തിൽ. അക്ഷയെ കണ്ടത് അവൾ ഓടി അവൻ്റെ അരികിലേക്ക് വന്നു. ഹായ് അക്ഷയ്, നീ എന്താ ഇവിടെ? അതും ഇത്ര രാവിലെ? അക്ഷയുടെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ടാണ് മാൻവി സംസാരിക്കുന്നത്. അർജുൻ്റെ നെറ്റിയിൽ വരകൾ വീണു. അവൻ ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഇട്ടിരുന്ന ഷോർട്സിൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു. ഒരു കണ്ണാലെ അത് കണ്ടു നിന്ന ആരോഹിയുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ആരോഹി ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് മാൻവി ഇപ്പോഴും അക്ഷയുടെ കൈകളിൽ തന്നെ പിടിമുറുക്കിയിരിക്കുകയാണ്. ഒപ്പം വല്ലാത്തൊരു കൊതിയോടെ അക്ഷയെ നോക്കി മാൻവി. എന്തൊരു സൗന്ദര്യമാണ് ഇവന്! ഒന്നിനൊന്ന് ഇവൻ്റെ ഗ്ലാമർ കൂടി വരുവാണ്. ഉഫ്, എൻ്റെ ഉറക്കം കെടുത്തിയവൻ. മാൻവി ചിരിയോടെ അവനെ നോക്കി നിന്നു. തുടരും. കഥ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് പോണേ.